അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരെ, സഹോദരങ്ങളെ, അവരുമായുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ, പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, സമൂഹത്തിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയവരെ, ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ, എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ, പിന്നെ ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉടമ്പടിയിലെ അസ്വാരസ്യങ്ങളുള്ളവരെ, ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ, മക്കളെ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതുപോലെ ജീവിക്കാൻ വിചാരിച്ച് നിരാശപ്പെട്ട് ഭിത്തിക്ക് കീഴടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി 19 മാസം കർത്താവിൻ്റെ നാമത്തെ അനുവദിച്ച് നൽകുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്തവർ, കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ, അവർക്ക് പുതിയ കാലത്തേക്ക്, പുതിയ ശകര സമയത്തേക്ക് വള്ളവും വരെ ഒരുങ്ങി വരാത്തവരെ, അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ, അവരെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ, തൊഴിലാളികളെ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നവരെ, അവരുടെ കമ്പനികളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ, അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ, പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടലപ്പിണക്കങ്ങളും തൊഴിൽ കുത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ, അതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സങ്കടങ്ങളെ, അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു. മക്കൾക്കൂടെ ആശങ്കയുള്ളവർ, മക്കളോർത്ത് പ്രയാസപ്പെടുന്നവർ,
മക്കളുടെ പഠനത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടി കൊടുക്കാൻ പറ്റാത്തവർ, അതിനുള്ള പണമില്ലാത്തവർ, പണത്തിൻ്റെ സോഴ്സ് കാണാത്തവർ, ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സോഴ്സ് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിന് കൃപ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. അതായത് നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യന്മാർക്കൊണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് ആൾക്കാർ ചെയ്യണത് എന്താണ്? നമുക്ക് പൈസ ഇരിപ്പുണ്ടല്ലോ, അതെടുക്കാമല്ലോ, പറമ്പുണ്ടല്ലോ, അത് വിൽക്കാമല്ലോ, നമുക്ക് പൈസ ഇന്നാൾ തരാനുണ്ടല്ലോ, എടുക്കാമല്ലോ, ബാങ്ക് ലോൺ എടുക്കാമല്ലോ. ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവിടെ മെറിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആണത്. ഓവർ കോൺഫിഡൻസ് മെറിറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയം കുറഞ്ഞിരിക്കും. അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അപകടമാണ്. സംഖ്യ 14:6 ദേശം ഒറ്റുനോക്കാൻ അതുപോലെയുള്ള ദേശങ്ങളില്ല, ഒറ്റുനോക്കാൻ വിട്ടാണ് ആൾക്കാര്. നൂനിന്റെ മകൻ ജോഷുവയും നൂനിന്റെ മകൻ ജോഷുവ ഉണ്ടായിരുന്നു. യഫുന്നയുടെ മകൻ കാലേബും യഫുന്നയുടെ മകൻ കാലേബ് തങ്ങളുടെ വസ്ത്രം കീറി. തങ്ങളുടെ വസ്ത്രം കീറാൻ കാര്യം അറിയാവോ? ഈ അവര് 3, 5 ഒക്കെ ആയിട്ട് 2 ഒക്കെയാണ് പോയത്. 3, 2, 5 അങ്ങനെ 5 പേരുടെ 2 ഗ്രൂപ്പാണ് റിപ്പോർട്ടിങ് വരണത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ദേശം സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോശം ഉണ്ടോയെന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയണമെന്ന് അറിയാമോ? അവിടെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് കോങ് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു, ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു. അവിടെ മക്കളൊക്കെ ഉണ്ട്, അവർ നമ്മളെ തിന്നുകളയെന്ന് പറയും, പേടിപ്പിച്ച് കളയും മോശത്തിന് വരെ. സംഖ്യ 13, 27, 28 അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ആ ദേശം. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. പേടിപ്പിച്ചു കളഞ്ഞു, മല്ലന്മാരെ കണ്ടു. പക്ഷെ ജോഷുവ എന്താ പറയുന്നത് വെക്കാൻ സ്ഥാനം? ജോഷുവ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ജോഷുവ അതിനെങ്ങനെ കാണുന്നത്? കവനന്റൽ ഫ്രെയിമിൽ അത് കാണുന്നത്. ജോഷുവ എന്താ പറയുന്നത് വെക്കാൻ വായിച്ചു കേട്ടില്ലേ? ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യഫുന്നയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ബ്ലാസ്ഫെമിക്കായിട്ടാണ് കീറിയത്. കർത്താവിനെ വിശ്വസിക്കുന്നതിന് പകരം ഇവന്മാർ അവന്മാരുടെ മസിലിൽ വിശ്വസിച്ചു, ശത്രുവിന്റെ മസിലിൽ വിശ്വസിച്ചു. അപ്പൊ അത് ബ്ലാസ്ഫെമിയല്ലേ? അപ്പൊ അവര് സഹിക്കാതെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, എന്താ പറഞ്ഞു? ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. എന്ത് രസം കേൾക്കാൻ. അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഇപ്പൊ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതം സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാക്കിയെടുക്കുക. അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, രോഗികളുടെ ശുശ്രൂഷ, നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ചിരിക്കുന്നതിനാണ് കർത്താവിന് പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മൾക്കത് ഏൽപ്പിച്ച് തരുമെന്ന്. അത് മോസസിന് എടുക്കുന്നത് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. കർത്താവ് ഇപ്പോൾ പുറപ്പാട് 14 എല്ലാവരും പറയുന്ന വചനമില്ല, എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാലും മതിയെന്ന് 14 വായിക്കണില്ലേ? അത് തന്നെ അതും ഉടമ്പടി വചനമാണ്. അതായത് ഈ അനാർക്കിന്റെ മല്ലന്മാരെ ജോഷുവയും കണ്ടതാണ്, പക്ഷെ പേടിച്ചില്ല. അതുകൊണ്ടാണ് ജനങ്ങളോട് പറയണത്, നിങ്ങൾ പണി ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ കണ്ട്, ജപ്തി നോട്ടീസ് കണ്ട്, വിൽക്കാത്ത സ്ഥലങ്ങളെ കണ്ട്, അയൽവാസികളുടെ കേസ് കണ്ട് പേടിക്കരുത്. പിന്നെന്താണ്? ദൈവത്തോട് നിങ്ങൾ മലതരിക്കുകയും ചെയ്യരുത്.
ഇപ്പം നമ്മൾ ഉടമ്പടിയുടെ വില്ലന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് എബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി ഇടക്കുള്ള വില്ലൻ ആരായിരുന്നു? ലോത്തായിരുന്നു. ലോത്തിനെ പേടിച്ചു ആര്? എബ്രാഹിം അല്ലേ, സാറ പേടിച്ചു. എങ്ങനെ പേടിച്ചു? എബ്രാഹിം വയസ്സായും പ്രായമായിട്ടിരിക്കുന്ന ആൾ മരിച്ചു പോയാൽ ഭയങ്കര ഗുണ്ടയെ ലോത്ത് ഇവരെ കൊന്നുകളയും, സ്വത്തെല്ലാം അടിച്ചു മാറ്റും. അതുകൊണ്ട് എബ്രാഹിമിനോട് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കേണ്ട, ഹാഗറിനെ പ്രാപിക്കുക, പിള്ളേർ ജനിക്കണം, പിള്ളേരില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയും. പേടിച്ചു പോയി. സാറായി എബ്രാഹത്തിനെ ലോത്തിനെ പേടിച്ചു. അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രാഹത്തിനെ പേടിപ്പിച്ചു. അങ്ങനെയാണ് അവർ ഹാഗറിനെ പ്രാപിക്കുന്നത്. അവർ എബ്രാഹിം പേടിയുണ്ട് അവിടെ. ഇതിൻ്റെ വരുന്നൊരു വിഷയം, 2 കാര്യങ്ങൾ ഉടമ്പടി പാടില്ല. എന്തൊക്കെയാണ്? പേടി പാടില്ല. അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലോ, തോക്കുവോ എന്ന് പറഞ്ഞ കൈയോടെയല്ലേ, അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞ് ഒരു പുണ്യ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? IAM-ല് ഞാൻ 2 ആഴ്ചയ്ക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ പേടിച്ചില്ല. എന്താ കാര്യം? ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ പരീക്ഷ കൊണ്ടുണ്ടാകുമല്ലോ, എനിക്ക് അടയാളം വേണം, അമ്മ ഉണ്ടെന്നുള്ളതിനെ. പേടിച്ചില്ല. അതാണ് പേടിക്കാതിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തോട് മറുതലിക്കാതിരിക്കണം. 2 സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റും. ഒന്നെന്താണ്? പ്രതിയോഗികളെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉടമ്പടി എടുത്തിരിക്കുന്നത്, എന്തിനെ പ്രതിരോധിക്കാനാണോ അതിനെ നമ്മൾ പേടിക്കരുത്. പിന്നെ എന്താണ്? ദൈവത്തിനോട് നിങ്ങൾ മറുതലിക്കരുത്. എൻ്റെ പേര് അന്നമ്മ സജി എന്നാണ്. എന്നെ അറിയപ്പെടുന്ന സുജാ സജി എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഒക്ടോബർ 18, 2022 ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് കൃപാസന മാതാവ് എനിക്ക് തന്ന പ്രത്യേക ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് നടന്നത്. ഞാൻ ജന്മന മുടന്തയായിരുന്നു. എൻ്റെ കാല് മടങ്ങിയായിരുന്നു ഇരുന്നത്. വിരലുകളെല്ലാം ഇങ്ങനെ ഉരുണ്ടാണ് ഇരുന്നത്. എനിക്ക് മാതാവ് അത്ഭുതകരമായിട്ട് എനിക്ക് കാലിൽ വന്ന് തൊട്ട് സൗഖ്യം തരികയും ചെയ്തു. ഞാൻ ഇവിടെ വരാനുണ്ടായ കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് 49 വയസ്സായി. എനിക്ക് 47 വയസ്സ് വരെ എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മന ഉള്ളത് ആയതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാനത് വെച്ച് ഒരു കുടുംബം പോയിട്ട് പോകുന്നു. എനിക്ക് 2 മക്കളുമുണ്ട്. അവരെ പോയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യാതായി. 47-ാം വയസ്സിൽ എൻ്റെ ഇടത്തെ കാലിനായിരുന്നു മുടന്ത്. വലത്തുകാലിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അന്നേരം ഞാനിങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട പണിയെടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇടവക പള്ളി പോകുമ്പം ഒരു ഗ്രോട്ടയുണ്ട്, അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കിനിയും ഇവിടെ കയറി തിരികെത്തിക്കാനും കുർബാന കാണാനും വരാത്ത അവസ്ഥയിലാണ്. ഈശോയുടെ കുരിശുരൂപത്തെ നോക്കി കരഞ്ഞുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഇനിയും വലത്തുകാലം താങ്ങി നിന്ന് കുർബാന കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം, എനിക്ക് കുർബാന കാണുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം വായിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം പോയിട്ട് ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു, എനിക്ക് സൗഖ്യം തരാമെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ചേച്ചി ഇങ്ങനെ വിഷമാവസ്ഥ കഴിയുമ്പോൾ ഈ ചേച്ചി കൃപാസനത്തെ പറ്റി എന്നോട് പറയുന്നു. ഞാൻ കൃപാസനത്തിൽ 2019 തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഓരോ കാര്യം കിട്ടി, ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു 6 മാസം മുമ്പ് ഒരു കാശ് രൂപ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചെറുപ്പം മുതലേ ഭയങ്കര ഭക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ കാശ് രൂപ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇവിടുത്തെ മാതാവും അവിടുത്തെ മാതാവും തമ്മിൽ എന്നാ ഇത്ര മാറ്റം ഇരിക്കുന്നത്? എനിക്ക് എല്ലാം തന്നെ മാതാവ് നടത്തി തരുന്നുണ്ടല്ലോ, ഇന്ന് വരെ എനിക്കൊരു കാര്യം നടത്തി തരാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ചേച്ചി എന്നോട് വരാനൊന്നും പറയുന്നില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവ് എനിക്ക് കൃപാസന മാതാവ് എനിക്കൊരു അടയാളം തരാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് തന്നെ കിട്ടിയാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം, മാതാവിനെ ഒന്ന് കാണണം, കൃപാസനം ഒന്ന് ചവിട്ടണം, ഇത്രയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരികയും മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്നതേ ഉള്ളൂ, ഒന്നും ചോദിച്ചില്ല മാതാവിനോട്. ഇനി ഇത് ഒരിക്കലും എനിക്ക് ഈശോ മാറ്റി തരുമെന്ന്, കാരണം ജന്മന തന്നതാണ്, അത് എനിക്ക് മരണം വരെ വഹിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് 11-ാം ദിവസം എനിക്ക് ഈ വലിയ ഫോണില്ലായിരുന്നു, എനിക്ക് ഫോൺ വാങ്ങുകയും കൃപാസനം കേൾക്കുകയും ഞാൻ ചെയ്തു. അങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കുകയാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ കേട്ടു വൈകുന്നേരം ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ചേട്ടന് ഭക്ഷണം കൊടുത്ത് ഞാനിങ്ങനെ പാത്രവും കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, സാക്ഷ്യം കേൾക്ക്, എന്തിനാണ് ഈ ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ വേഗം ഫോണെടുത്ത് സാക്ഷ്യം കേട്ടാക്കാമെന്ന മാട്ടിൽ വേഗം ഫോൺ ഓണാക്കി. അപ്പോൾ ഒരു ചേച്ചി പറയുന്നു, ആ ചേച്ചിയുടെ കാലിന് നീരായിരുന്നു, മാതാവ് വന്ന് തൊട്ട് സൗഖ്യം നൽകി. പെട്ടെന്ന് മാതാവ് എൻ്റെ കാലിൽ വന്ന് തൊടുകയും ഞാൻ കാല് നിവർത്തി ചവിട്ടി നിൽക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ കാല് ഇങ്ങനെ തന്നെയായിരുന്നു? അപ്പം ചേട്ടൻ അധികം പറയാത്ത കൂട്ടത്തിലാണ്, എങ്കിലും പറഞ്ഞു, നിവർന്നെന്ന് തോന്നുന്നു, നീ നേരം വിളക്കുമ്പോൾ നോക്കാനാ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് ചേട്ടൻ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, പ്രാർത്ഥനയും ചൊല്ലി കരുണക്കൊന്തിയെല്ലാം ചൊല്ലി. അങ്ങനെ നേരം വെളുത്തു. ഞാൻ അടുത്തുള്ള ചേച്ചിയും വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, എടി കാല് നിവർന്നു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാനും പോയി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരാഴ്ച വീണ്ടും പിന്നിട്ടു. വീണ്ടും രണ്ടാമതും 8 ദിവസമായപ്പോൾ മാതാവ്, ഞാൻ ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, ആ സമയം കൊടുത്ത് മുന്നോട്ട് 3-4 സ്റ്റെപ്പ് വെച്ചപ്പോൾ മാതാവ് വീണ്ടും വന്ന് എൻ്റെ കാലിൽ തൊട്ടു. അപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ, ഞാൻ ടിക്കെന്നും പറഞ്ഞ് നിവർന്നു. ഈ ഷോൾഡർ എൻ്റെ നിവർന്നു. ഈ ഒരു വശം കൊണ്ട് എനിക്ക് ചെരുവായിരുന്നു ശരിക്കും. ഞാൻ നിവർന്ന് തന്നെ നിന്ന് ഈശോയെ സ്തുതിച്ചു. കാലിന് ശരിക്കും നീളക്കുറവ് തന്നെയായിരുന്നു, സാധനവും കുറവുണ്ടായിരുന്നു. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഞാനത് ശരിക്കും അറിയുന്നുണ്ട്. ഞരമ്പൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ദേഹത്തോടെ എന്താ ഈ ജീവികളൊക്കെ ഇല്ല, അതിങ്ങനെ കയറി പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത വേദനകൾ വരും. എന്നാലും സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഉള്ളൂ. ഈ പുറകുവശമാണെങ്കിലും ബേക്ക് ഇങ്ങനെ തള്ളിയാണ് നിന്നത്. അപ്പോൾ എനിക്ക് പുറത്ത് വേദന വരും. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നൊക്കെ അങ്ങ് പൊന്തി പോവുകയാണ്. അങ്ങനെ പൊന്തി പോകുമ്പോൾ പുറം ഇങ്ങനെ പൊട്ടിപ്പോകും. അങ്ങനെ വൈകുന്നേരം ആവുമ്പം വീണ്ടും മാതാവ് വന്ന് തൊട്ടപ്പോൾ ഇവിടെ അകലം നിവരുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ മാതാവ്, ഞാൻ പതുക്കെ ഉറങ്ങുന്നേ ഉള്ളൂ, അത് ബോധം കിട്ടുന്ന ഉറങ്ങുന്നില്ല. മാതാവ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈയും കാലും വലിച്ച് നീട്ടുകയും ഇവിടെ ഒരു സ്കെയിൽ വെച്ച് ശരിക്കും എന്നെ അളന്ന് ശരീരം ഷേപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 2 തവണ വന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവ്. പിന്നെ എൻ്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് വളരെ ക്ഷീണം പിടിക്കും, കാലിന് നല്ല തണുപ്പ് കയറും. അപ്പോൾ എന്നോട് പറയും, കമ്പിളി പതച്ച് കയറി കിടന്നു. അങ്ങനെ ഞാൻ കയറി കിടക്കും. അതിൻ്റെ ക്ഷീണം മാറുമ്പോൾ വീണ്ടും ഞാൻ ഏൽക്കും. ഇങ്ങനെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. ഞാൻ പറയുവാണെങ്കിൽ കൃപാസനത്തിൽ വരികയും മാതാവിനെ കാണുകയും ചെയ്യും മാത്രമേ ഉള്ളൂ. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ വെച്ചത് 6 നിയോഗങ്ങളാണ് ഈശോയോട് വെച്ചത്. ആ 6 നിയോഗവും ഈ കാര്യം ഞാൻ വെച്ചിട്ടേ ഇല്ല. 6 നിയോഗവും എൻ്റെ ചേട്ടനും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ വെച്ചത്. എൻ്റെ ഒരു കാര്യം പോലും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ല. പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം. അത്ഭുതകരമായിട്ട് തന്നെ ജന്മന മുടന്തയായിരുന്ന ദൈവം എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്ന്. എനിക്ക് വേദന ഭയങ്കര വേദനയായിരുന്നു. ആ വേദനയെല്ലാം എൻ്റെ മാറി. വേദന മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. ഇത് കാര്യം പറയേണ്ടായിരുന്നു, ഞാൻ മറന്നു ഇതാ. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങി ഏറ്റപ്പോൾ എൻ്റെ വേദനയെല്ലാം മാറി. പക്ഷേ ആ വേദന പോകുന്നത് ഞാൻ അറിയുന്നില്ല. വേദന ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കാലിനെ അധികം ശ്രദ്ധിക്കേണ്ടിയും വന്നില്ല. അങ്ങനെ ഞാൻ 10 ദിവസം ജപമാലയ്ക്കെല്ലാം വീടുകളിൽ കൂടെ പോവുകയും ചെയ്തു. പിന്നെ ഒരു ചേച്ചിക്ക് കാലിൽ ഒരു എല്ല്, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്, കാലിൽ എല്ല് വളരുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഡേറ്റ് കുറിച്ചാണ് ആ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മുട്ടിൻ്റെ അവിടെ. ആ ചേച്ചി എന്നെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ആ ചേച്ചിയുടെ എല്ല് തൂക്കുകയും കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായിട്ട് ആ ചേച്ചിയുടെ എല്ല് താന്നുപോയി. അതുപോലെ തന്നെ എൻ്റെ മകൾക്കും ഒരു കുരു വന്നു ശരീരത്ത്. അതിൽ ഞാൻ ഇങ്ങനെ തൈലം തൊട്ട് തൂക്കുകയും കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു
ശരിക്കും അന്ന് രാത്രി തന്നെ ആസ്പത്രി കൊണ്ടുപോകേണ്ട ഒരു കേസായിരുന്നു അത്. അതും അത്ഭുതകരമായി മാതാവ് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ ചേട്ടന് അങ്ങനെ പള്ളി പോകില്ല. എന്നാൽ വിശ്വാസമുണ്ട് താനും പള്ളി പോകുകയില്ല. ഇപ്പോൾ ഞായറാഴ്ച ദിവസം മുടങ്ങാതെ പള്ളി പോവുകയും ചെയ്യും. പിന്നെ പള്ളി പോകാൻ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലും വണ്ടി എടുക്കാൻ മകൻ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഓടിക്കാനും അറിയത്തില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കൃപാസനത്തിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ സ്കൂട്ടി ഓടിക്കുകയില്ല. അത്ഭുതകരമായിട്ട് ചേട്ടൻ ഒരു സ്കൂട്ടി വാങ്ങുകയും എന്നെ പള്ളിയിൽ എന്നും എത്തിച്ചു തരികയും ചെയ്യും. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹങ്ങളുടെ ഒരു പൂമാല തന്നെയായിരുന്നു വീട്ടിൽ. ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ശ്രവിച്ചത് അന്നമ്മക്കടയ്ക്കൽ കോഴിക്കോട് നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമായിരുന്നു. യെശയ്യാപ്രവാചന പുസ്തകം 41:15 പറയും, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നമ്മ കടയ്ക്കലിന് ലഭിച്ചിരിക്കുന്ന ഒരു വചനഭാഗം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തു പോകുന്ന ഒരു വചനമാണ് യെശയ്യാപ്രവാചന പുസ്തകം 49:15 പറഞ്ഞിരിക്കുന്നത്. പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഈ മറക്കുകയില്ല, ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ യാഥാർത്ഥ്യമായി തീരുന്നതുമൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ഈ ജന്മന മുടന്തയായിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു. 49-ാമത്തെ വയസ്സിൽ അത് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് വന്നെത്തിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴവിടുത്തെ ഇടവക വികാരി അച്ഛൻ്റെ ലെറ്ററൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടുണ്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ആശുപത്രി പോയതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേ ജന്മനാ മുടന്തത് ആയതുകൊണ്ടും അതൊരിക്കലും സുഖപ്പെടുത്താനായിട്ട് സാധ്യതയില്ലാത്തത് കൊണ്ടും ഇവർ ആശുപത്രിയിലൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നീട് അവിടുത്തെ വികാരി അച്ഛൻ്റെ ലെറ്ററിൽ സാക്ഷ്യപത്രമായിട്ട് ഇത് സത്യമാണെന്ന് കാണിച്ചുകൊണ്ട് അതുകൂടി എഴുതിയാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലെറ്റർ പാഡിൽ. ഇപ്പോൾ നമ്മൾ കേട്ടതാണ് ജന്മന മുടന്തയായിട്ടുള്ള ഒരു സഹോദരി. ഈ ഒരു കാലിന് നീളക്കുറവും ഒരു കാലിന് നീളക്കുറവും അതുപോലെ വണ്ണക്കുറവും ഒക്കെ കാരണം മുടന്ത് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ജനിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞതും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൻ്റെ സമയത്തും വീട്ടിലെ കാര്യത്തിനൊരു കുറവില്ലാതെ ആ ഒരു ന്യൂനത വെച്ചുകൊണ്ട് തന്നെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കേട്ടതായിരുന്നു, മുതുകിൽ ഒരു വലിയ കൂന് പോലെ വളവും ഉണ്ടായിരുന്നു. ഈ മുടന്തും അതുപോലെ തന്നെ മുതുകിലുള്ള കൂനുമായിരുന്നു കർത്താവ് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ദൈവം അത്ഭുതാവഹമായിട്ട് മാറ്റിക്കൊടുത്തത് നമ്മൾ ശ്രവിച്ചത്. ഇവിടെ എത്രാമത്തെ വയസ്സാവുന്ന 47-ാം വയസ്സിലാണ് കൃപാസനത്തിലേക്ക് കടന്നു വന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാസന ഉടമ്പടിയൊക്കെ ഏറ്റെടുക്കും. ഈ ഉടമ്പടി എടുത്തപ്പോൾ 6 നിയോഗങ്ങളാണ് അർപ്പിച്ചത്. അപ്പോൾ ഈ മുടന്തിൻ്റെ നിയോഗം മാറുന്നതിന് വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു. പറയാത്തതിൻ്റെ ഒരു കാര്യം അത് വെച്ചിരുന്നു. അത് നേരിടാനും അതിനെ എങ്ങനെ തരണം ചെയ്യുവാനും ബുദ്ധിമുട്ട് വഹിക്കുവാനുമുള്ള ശക്തിക്ക് വേണ്ടിയാണ് നിയോഗം അർപ്പിച്ചത്. എനിക്ക് മുടന്തുണ്ട്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിലും അതൊക്കെ നേരിടുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഈ സഹോദരി നിയോഗത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ കർത്താവ് ആ മുടന്ത് തന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി കൊടുത്ത് നമ്മുടെ മുന്നിൽ ഇവിടെ നല്ല ആരോഗ്യത്തോടുകൂടി കൂന് മാറി മുടന്ത് മാറി അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് വന്ന് ഇരുകാലുകൾ ഉറപ്പിച്ച് നിന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ കർത്താവ് ഒരുക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ? നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഈ തിരുവെഴുത്തുകൾ ഈ സഹോദരിയെ സംബന്ധിച്ച് ജീവിതത്തിൽ അനർത്ഥമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. ജന്മനാ മുടന്ത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടത്. ഇവിടുത്തെ ശുശ്രൂഷകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം തന്നിലൂടെ കടന്നു പോകുന്നത് അനുഭവവേദ്യമാകിയായിരുന്നു. അഭിഷേകം ശരീരത്തിലൂടെ കടന്നുപോയി ആ സൗഖ്യപ്പെട്ടുകൊണ്ട്
മാറുന്ന അവസ്ഥ അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തൊരു വ്യക്തി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഓൺലൈൻ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തെന്നില്ലാത്ത സൗഖ്യം ജീവിതത്തിൽ അനുഭവിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുകയായിരുന്നു. നമുക്ക് ഈ സഹോദരിയെ പ്രതി കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം.